നോട്ട് നിരോധനത്തെ തുടർന്ന് അടച്ചിട്ട ബാങ്കുകൾ പ്രവർത്തിച്ചു തുടങ്ങി. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ മാറിക്കിട്ടാൻ ബാങ്കുകളിൽ നീണ്ട നിരയാണുള്ളത്. അതേസമയം ATM കൗണ്ടറുകൾ നാളെ തുറക്കും. സഹകരണ ബാങ്കുകളിലെ ഇടപാട് സംബന്ധിച്ച് വ്യക്തത തേടി സംസ്ഥാന സർക്കാർ കേന്ദ്ര ധനമന്ത്രാലയത്തിന് കത്തയച്ചു. സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, നിലവിലെ ബാങ്കിംഗ് സംവിധാനം എങ്ങനെ പുരോഗമിക്കുന്നുണ്ട്? ഒപ്പം മറ്റു വിവരങ്ങൾ കൂടി. അരുൺ, ഇപ്പോഴും പല ബാങ്കുകളുടെ മുന്നിലും നീണ്ട ക്യൂ ആണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ മാറിയെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരത്തിൽ ആളുകൾ രാവിലെ മുതൽ തന്നെ ബാങ്കിന്റെ മുന്നിൽ എത്തിയിട്ടുള്ളത്. പല ബാങ്കുകളിലും, പ്രത്യേകിച്ച് SBT, SBI ഉള്ള ബാങ്കുകൾ പ്രത്യേകിച്ച് രാവിലെ മുതൽ തന്നെ ചീഫ് മാനേജർ അടക്കമുള്ളവർ ഇവരുടെ ഈ ട്രാൻസാക്ഷനിൽ ഒരു തടസ്സവും നേരിടാത്ത തരത്തിലുള്ള നടപടികൾ സ്വീകരിച്ച് കൂടുതൽ കൗണ്ടറുകളും സ്റ്റാഫുകളെ കൃത്യമായി ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത്. അവിടെയൊന്നും തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആളുകൾക്ക് അനുഭവപ്പെടുന്നില്ല. അത് പ്രൈവറ്റ് ബാങ്കുകളിലും വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ ഇല്ല. മറ്റ് പ്രത്യേകിച്ച് RBIയുടെ വലിയൊരു ക്യൂ തന്നെ ഇപ്പോഴും ഉണ്ട്. കൂടുതൽ ആളുകളെ, കാരണം 4000 രൂപ മാത്രമേ അവരുടെ കയ്യിലുള്ള 500-ഉം 1000-ഉം എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ, തങ്ങളുടെ കയ്യിലുള്ള പണം എത്രയാണോ അത് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സാധ്യതയും ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയം, ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നേരത്തെ സഹകരണ മേഖലയെ ആദായ നികുതിയുടെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിക്കാത്ത കേന്ദ്ര നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാന കേന്ദ്രത്തിന് കത്ത് എഴുതിയിട്ടുണ്ട്. സഹകരണ വകുപ്പ് സെക്രട്ടറിയാണ് കേന്ദ്രത്തിന് സഹകരണ വകുപ്പിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് കത്ത് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനകത്ത് സംസ്ഥാനത്തിന്റെ ആശങ്ക പങ്കുവയ്ക്കുകയാണ്. കാരണം സഹകരണ മേഖലയെ ഇത്തരത്തിൽ ആദായ നികുതിയുടെ പരിധിയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഈ മേഖല അടച്ചുപൂട്ടലിലേക്ക് പോകുമെന്നുള്ളതാണ് സംസ്ഥാനത്തിന്റെ ആശങ്ക. ഇതാണ് കത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. സുനിൽ അരിമാനൂരാണ് വിവരങ്ങൾ നൽകി.